नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग അനാദികാലം മുതൽ തന്നെ മനുഷ്യനെ അലട്ടിയ 3 കാര്യങ്ങളാണ് വാർദ്ധക്യം, രോഗം, മരണം എന്നിവ. ദുരിതപൂർണമായ വാർദ്ധക്യത്തെ എങ്ങനെ നേരിടാം, അതുപോലെ തന്നെ ജരാനരകളെ എങ്ങനെ കുറച്ചു കാലം കൂടി മാറ്റിവെക്കാൻ കഴിയും എന്നുള്ള കാര്യം അവൻ്റെ ചിന്തയ്ക്ക് എന്നും വിധേയമായി. വ്യാധികൾ, മനുഷ്യനെ വളരെ കഷ്ടപ്പെടുത്തുന്ന വ്യാധികളിൽ നിന്ന് എങ്ങനെ മുക്തനാകാം എന്നുള്ള കാര്യവും അവൻ തലപുകഞ്ഞ് ആലോചിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ മറ്റൊരു കാര്യം മരണമാണ്. സ്വജനങ്ങളുടെയും അതുപോലെ കൂടെയുള്ള മറ്റുള്ളവരുടെയും മരണം അവനെ ദുഃഖത്തിൻ്റെ കയത്തിലാഴ്ത്തി. ഈ 3 കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നുള്ള കാര്യം വളരെ ഗൗരവമായി തന്നെ പലരും ചേർന്ന് ആലോചിച്ചപ്പോൾ അവരുടെ മനസ്സുകളിൽ അതിനുള്ള പല മാർഗങ്ങൾ കണ്ടെത്തി. മനസ്സാകുന്ന പാലാഴി മഥനം ചെയ്തപ്പോൾ ധന്വന്തരി ഭഗവാൻ അമൃതമായി ഉദ്ഭവിക്കുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ നിർണായകമായ ഒരു നിമിഷത്തിൽ ബോധമറ്റ് വീണ തളർന്നുപോയ അർജുനനെ വീണ്ടും കർമ്മ ഉത്സുകനാക്കാൻ ഭഗവാൻ ഉപദേശിച്ച ഗീതാമൃതത്തിലുള്ള അമൃതവും അവൻ്റെ മുന്നിൽ തെളിഞ്ഞു. അമൃതൻ്റെ ഗുണങ്ങൾ മനുഷ്യന് ലഭ്യമാക്കുന്ന കാര്യങ്ങളാണ് രസായനങ്ങൾ. രസായനത്തിലൂടെ വാക്സിദ്ധി, ആരോഗ്യം, രോഗപ്രതിരോധം, അഗ്നിദീപ്തി, ബുദ്ധിപരമായ കഴിവുകൾ എല്ലാം നമുക്ക് ലഭിക്കുന്നു. ബുദ്ധിപരമായ കഴിവുകൾ തന്നെ പലതരത്തിലുണ്ട്. ധി അഥവാ ബുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഘടകമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിവേചന ശക്തിയാണ്. ശരിയും തെറ്റും തിരിച്ചറിയുക, നല്ലതും ചീത്തയും തിരിച്ചറിയുക, സത്തും കൊത്തും തിരിച്ചറിയുക, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ വകതിരിവാണ് മനുഷ്യനെ ഇതര ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്, ശ്രേഷ്ഠനാക്കുന്നത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള വിവേചന ശക്തി ബുദ്ധിയുടെ ഒരു പ്രത്യേക ഘടകമാണ്. മറ്റൊന്നുള്ളത് സ്മൃതിയാണ്. ഒരിക്കൽ കണ്ട കാര്യങ്ങൾ, ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ, ഒരിക്കൽ കേട്ട കാര്യങ്ങൾ, ഒരിക്കൽ അനുഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുന്നതാണ് സ്മൃതി. ഇതും ബുദ്ധിയുടെ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ മറ്റൊന്നാണ് ധൃതി അഥവാ ധാരണാശക്തി. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇപ്പം നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരും, പക്ഷേ നാം തെറ്റിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തെറ്റെന്താണെന്നറിയാം, പക്ഷേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി എന്താണെന്നറിയാം, അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ തെറ്റായ വിഷയങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ലൗകിക വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ തികച്ചും ആത്മാവിലേക്ക് അഭിമുഖമാക്കി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ, അതിനും ബുദ്ധിക്കൊരു പ്രത്യേക ഘടകമുണ്ട്. അതിനാണ് ധൃതി എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് മേധയാണ്. മേധയെന്ന് പറഞ്ഞാൽ ആശുഗ്രഹണ ശക്തി എന്ന് പറയും. എന്തെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കുക. അത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഒരിക്കൽ കണ്ടാൽ മതി, അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ ചില ആളുകൾക്ക് വളരെ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് ആശുഗ്രഹണ ശക്തി അഥവാ മേധ. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മറ്റൊരു കഴിവാണ് അവധാനത എന്ന് പറയുന്നത്. ഒരേ സമയത്ത് ഇപ്പോൾ സൂര്യന് കീഴെയുള്ള വ്യത്യസ്ത ശാസ്ത്രശാഖകളിലെ നിഷ്ണാതരായിട്ടുള്ള ആളുകൾ, വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അതാത് വിഷയങ്ങളിൽ ആധികാരികമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് അർത്ഥഗംഭീരമായ ശരിയായ ഉത്തരം ഒരേ സമയത്ത് നൽകാൻ കഴിവുള്ള ആളുകളെയാണ് അവധാനികളെന്ന് പറയുക. അങ്ങനെ 10 വിഷയങ്ങൾ ഒരേ സമയത്ത്
കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളെ ദശാവധാനി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ബിരുദം നൽകി ആദരിച്ചിരുന്നു ഒരു കാലത്ത്. പിന്നെ അതുപോലെ ശതാവധാനികളൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ്, പലപ്പോഴും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്നും അപൂർവമായ അത്തരം ചില കഴിവുള്ള ആളുകളെ പറ്റി നമ്മൾ പത്ര റിപ്പോർട്ടുകളിലും മീഡിയകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി ഈ രസായനം എന്ന് കേട്ടാൽ ഇപ്പോൾ സാധാരണ നമ്മൾ പൊതുജനങ്ങൾക്ക് നമുക്കൊക്കെ ആദ്യമായിട്ട് ധാരണ ഉണ്ടാകുന്ന ലേഹ്യങ്ങളെ പറ്റിയാണ്. കാരണം അതൊരു കുറച്ച് അതിലും ന്യായമുണ്ട്. കാരണം പല രസായനങ്ങളും ലേഹ്യരൂപത്തിലാണ് തയ്യാറാക്കി വരുന്നത്. ഇപ്പോൾ ചവനപ്രാശ രസായനം, അശ്വഗന്ധാദി രസായനം, അതുപോലെ അഭയാമലക രസായനം, നാരസിംഹ രസായനം തുടങ്ങി ധാരാളം രസായനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രസായനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പലതരത്തിലുള്ള സിദ്ധികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ കോശവും ഓരോ ധാതുവും എത്രത്തോളം കാലം പരമാവധി ശരീരത്തിന് പ്രയോജനപ്രദമായി തീരാം എന്നുള്ള അത്രയും പരമാവധി കാലം നമുക്കതിന് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടാണ്. രസായന പ്രയോഗം അതിനൊക്കെ വളരെയേറെ സഹായകമാണ്. ഇതിൽ രസായന സേവയിൽ ഇപ്പോൾ ഏറ്റവും വളരെ വിലയുള്ള ഔഷധങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്വർണം ഒരു പ്രധാനപ്പെട്ട രസായനൌഷധമാണ്. അതുപോലെ തന്നെ സ്വർണം പോലെ തന്നെ കന്മദം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ത്രിഫല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസായനമാണ് ത്രിഫല. വളരെ ചിലവ് കുറവാണ്. ത്രിഫലപ്പൊടി നെയ്യും തേനും ചേർത്ത് ഒരു വർഷം മുഴുവൻ രാത്രി കഴിച്ചുകൊണ്ടിരുന്നാൽ അത് വളരെ നല്ലൊരു രസായനമായി നമുക്ക് പ്രയോജനപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ബ്രഹ്മി, മുത്തിൾ തുടങ്ങിയ പല രസായന ഔഷധങ്ങളും. നെല്ലിക്ക വളരെ നല്ലൊരു രസായന ഔഷധമാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിശക്തങ്ങളായ അതികഠിനങ്ങളായ പല രോഗങ്ങളും, ഇപ്പോൾ ഡീജനറേറ്റീവ് ഡിസീസായിട്ട് പറയുന്ന പല രോഗങ്ങളുമുണ്ട്. മോട്ടോർ ന്യൂറോൺ ഡിസീസ്, അതുപോലെ തന്നെ ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങളിലും പല ശക്തമായ രസായന ഔഷധങ്ങളും ഇന്ന് പരീക്ഷിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ രസായന ഔഷധങ്ങളുടെ സേവ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, കർശനമായ പഥ്യാനുഷ്ഠാനങ്ങളോടുകൂടി ഇതിനു വേണ്ടി തന്നെ ചില ക്രമീകരണങ്ങൾ നടത്തി അന്തരീക്ഷമൊക്കെ അതിന് ഏറ്റവും ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കുടി ഉണ്ടാക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു കുടിയിൽ പ്രവേശിച്ച് ചെയ്യുന്ന ചികിത്സാക്രമങ്ങളുണ്ട്. എന്നാൽ അത്രത്തോളം സ്ട്രെയിൻ എടുക്കാതെ തന്നെ നിത്യജീവിതത്തോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന രസായന പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം ആലോചിക്കാനുള്ളത്, ഇവിടെ ഞാൻ സ്മരിക്കുന്നത് ഈ കായകൽപ്പം എന്ന പേരുള്ള പ്രത്യേക ഒരു രസായന വിധി വളരെയൊന്നും പ്രചാരത്തിലല്ലാതിരുന്ന കാലത്ത് അത് തികച്ചും പ്രചാരത്തിലെത്തിക്കണം, ഒന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെടണം എന്നുള്ള അടിസ്ഥാനത്തിൽ സ്വയം അത് അനുഷ്ഠിച്ചുകൊണ്ട് വളരെ ക്ലേശകരമായ ആ കർമ്മം മാതൃകാപരമായി അനുഷ്ഠിച്ച യശശരീരനായ വൈദ്യരത്നം PS വാര്യരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പം മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചുകൊണ്ട് സ്വയം ആ ക്ലേശം ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള രസായന പ്രയോഗങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വളരെയേറെ പ്രയത്നിച്ചു. അപ്പോൾ അതോടുകൂടെ നേരത്തെ പറയുന്നത് പോലെ ഈ സദാചാരങ്ങൾക്ക് എന്നും രസായനത്തിൽ പ്രാധാന്യമുണ്ട്. ശാന്തനായിരിക്കുക, സത്യവ്രതനാവുക, ക്രോധം ഒഴിവാക്കുക, സൗമനസ്യം പരമാവധി ഉണ്ടാക്കുക, എല്ലാ നല്ല കാര്യങ്ങളും ജീവിതത്തിലെ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പരമാവധി ഉൾക്കൊള്ളുക എന്നിവയെല്ലാം രസായന ഔഷധങ്ങൾ തന്നെയാണ്. ആരെങ്ങും കേളി കേൾപ്പിച്ചിതു പെരുമയെഴുന്ന ആര്യവൈദ്യത്തെ ഊനം ചേരാതോജസ്സു നൽകി കഥകളിയതിനും കായകൽപ്പത്തിലൂടെ ആരിങ്ങർപ്പിച്ചു താൻ നേടിയതഖിലവും ഈ മാനവർക്ക് മഹാനാം വാര്യർക്കായി കൈതൊഴാം അസുഹൃതനിധി ഉപാസിച്ച വിശ്വംഭരനും. പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും കലവറയാണ് മുരിങ്ങ. ഈ വൃക്ഷത്തിൻ്റെ ഇലയും പൂവും കായും ശ്രേഷ്ഠതരമായ ആഹാരദ്രവ്യങ്ങളാകുമ്പോൾ വേരും വേരിന്മേൽ തൊലിയും പട്ടയും ഇലയും പൂവും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. ഇലക്കറികളിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജീവകം A അടങ്ങിയിരിക്കുന്ന മുരിങ്ങ ഇലയിലാണ്. മാലക്കണ്ണ്, നിശാന്തത, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ്, വേദന, പഴുപ്പ് എന്നിവയ്ക്ക് മുരിങ്ങയുടെ ഇലയുടെ നീര് കണ്ണിലൊഴിക്കുകയും ഇല കഷായം വെച്ച് കഴിക്കുകയും നല്ലതാണ്. ഇലച്ചാറ് അല്പം
തേൻ ചേർത്ത് കണ്ണിലെഴുതുന്നത് നേത്രരോഗങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിന് മുരിങ്ങയില പാകപ്പെടുത്തി പതിവായി കഴിച്ചാൽ മതിയത്രേ. ജീവകം എക്ക് പുറമെ ജീവകം സി, കാൽഷ്യം, ഇരുമ്പ് എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നല്ലൊരു പഥ്യാഹാരമായും ഗർഭിണികൾക്കും കുട്ടികൾക്കും ശുപാർശ ചെയ്യാവുന്ന വിശിഷ്ടാഹാരമായും പ്രസിദ്ധമാണ് മുരിങ്ങ. മുരിങ്ങയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് സമം പാലും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും എല്ലുകളും പല്ലുകളും ബലം വയ്ക്കാനും സഹായകമാണ്. പോഷകസമ്പുഷ്ടമായ ഈ സൂപ്പ് ഗർഭിണികൾക്കും അത്യുത്തമമാണ്. പ്രസവാനന്തരം മുലപ്പാൽ വർദ്ധിക്കുന്നതിന് മുരിങ്ങയില വേവിച്ച് കഴിച്ചാൽ മതി. വാതരോഗങ്ങൾ, ചുമ, ആസ്മ, രക്താതിമർദ്ദം, വിളർച്ച, ജലദോഷം, കൃമിശല്യം, വിഷബാധ, വ്രണം എന്നീ രോഗാവസ്ഥകളെ ചെറുക്കാൻ ഈ ഔഷധിക്ക് കഴിവുണ്ട്. വേരിന്മേൽ തൊലി അരച്ച് ലേപനം ചെയ്യുന്നത് എല്ലാത്തരം വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന ഉപദ്രവങ്ങളും ശമിക്കാൻ നല്ലതാണ്. വേരോ ഇലയോ അരച്ചു പുരട്ടുന്നതും പുഴുങ്ങിയ മുരിങ്ങയില വെച്ച് കെട്ടുന്നതും വീക്കവും വേദനയും നീരും മാറാൻ സഹായകമാണ്. മുരിങ്ങയില, പൂവ്, കായ് എന്നിവ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കും. പൂവിൻ്റെ ചാറ് പാല് ചേർത്ത് കഴിക്കുന്നത് ഉദരക്രമി പുറത്തു കളയുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. നല്ല സൂര്യപ്രകാശം ഏൽക്കുന്നതും വെള്ളം കെട്ടി നിൽക്കാത്തതുമായ പ്രദേശങ്ങളും കുന്നിൻ ചെരുവുകളും മുരിങ്ങ കൃഷിക്ക് അനുയോജ്യമാണ്. വിത്തുപാകി പ്രജനനം നടത്താമെങ്കിലും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയും പെട്ടെന്ന് വേര് പിടിക്കുമെന്നതിനാലും കമ്പുകൾ മുറിച്ച് നട്ടാണ് സാധാരണ മുരിങ്ങ വളർത്തുന്നത്. ഒരു സമ്പൂർണ്ണ ഔഷധ വൃക്ഷമായ കണക്കാക്കപ്പെടുന്ന മുരിങ്ങ എല്ലാ വീടുകളിലും അവശ്യം വളർത്തിയിരിക്കേണ്ടതാണ്.